എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ എ ഐയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇന്ന് എ ഐയെ കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് സുഹൈർ സിറിയക് സാർ ഉണ്ട്. വെൽക്കം സാർ. ഓക്കെ സാർ, നമ്മൾ നിലവിൽ വളരെ സിമ്പിളായിട്ട് അത് ചോദിക്കാം, എന്താണ് എ ഐ? സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ പിന്നെ എ ഐ എന്നുള്ള വാക്കൊക്കെ കേൾക്കുമ്പോൾ ഒരു കടുകട്ടിയൊക്കെ തോന്നും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുമ്പോൾ. സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴൊരു വീട്ടിലെ ചെറിയ കുട്ടി എടുക്കുക. ആ ചെറിയ കുട്ടി പിന്നെ ജനിച്ച് വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഒരു ചോപ്പ് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്യും, അവിടെ പോയിട്ട് പിടിക്കും. അത് പിടിക്കുമ്പോഴാണ് അത് തീക്കട്ടയായി ആണെങ്കിൽ അത് പൊള്ളുമ്പോഴാണ് കുട്ടിക്ക് മനസ്സിലാകുക ഇത് അപകടമാണെന്നുള്ളത്. അതായത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു കുട്ടി എക്സ്പീരിയൻസിലൂടെ കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കുട്ടി സ്വന്തമായിട്ട് സംസാരിക്കുന്നത് പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുകരിച്ച് കുട്ടി സ്വന്തമായിട്ട് വളർന്നു വരുന്ന സമയത്ത് അനുകരിച്ച് അത് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ആക്ച്വലി ഇവിടെ ടെക്നിക്കൽ വശവുമായിട്ട് അത് കണക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതായത് ഓൾറെഡി പിന്നെ ഉള്ള ഡാറ്റകളെ, ഓൾറെഡി ഉള്ള വിവരങ്ങളെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് സത്യത്തിൽ. വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു പൂച്ചയെ നമ്മൾ കാണിച്ചു കൊടുത്ത് ഇതാണ് പൂച്ച എന്ന് പറയുന്നത്. അപ്പോൾ സമാനമായിട്ടുള്ള ഒരു പുലി അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പൂച്ചയുടെ പ്രത്യേകത ഒറ്റവട്ടത്തിൽ പുലിക്കും കണ്ടാൽ ഇത് സമാനം തോന്നും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത്, പുലി എന്ന് പറയുന്നത് കുറച്ചുകൂടിയും അതിൻ്റെ കമ്പാരിറ്റീവ്ലി മറ്റേനേക്കാൾ വലിപ്പമുള്ള ഒരു സംഗതിയാണ്. അത് കാട്ടിലുള്ള ഒരു ജീവിയാണ്, കുറച്ചും കൂടി വന്യമായിട്ടുള്ള ഒരു ജീവിയാണ് എന്ന് കുറച്ചും കൂടിയും കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പുലിയും പൂച്ചയും തമ്മിൽ വ്യത്യാസം മനസ്സിലായി. ഇതേപോലെ തന്നെ എഐക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് ചെറിയ ചെറിയ വിഷയങ്ങൾ വെച്ചിട്ടല്ല, മില്യൺ കണക്കിന് ട്രില്യൺ കണക്കിന് ഡാറ്റകൾ വെച്ചിട്ടാണ് ഈ പഠിപ്പിക്കുന്നത്. ഈ പ്രോസസ്സിലൂടെ എന്ത് ചെയ്യുന്നു, സ്വയം ആ ഒരു പാറ്റേൺ വെച്ചിട്ട് ചിന്തിക്കുവാനും പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു, ഈ ടൂള് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് മനുഷ്യൻ ചിന്തിക്കുന്ന ആ ഒരു പ്രോസസ്സിൽ തന്നെ മെഷീനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് സത്യത്തിൽ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കമ്പ്യൂട്ടറിന് ചിന്തിക്കാൻ കഴിയില്ല, നമ്മൾ എന്താണോ പറയുന്നത് അതിൻ്റെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് ഔട്ട്പുട്ട് തരുന്ന ഒരു ഉപകരണം എന്നുള്ള നിലക്കായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടുന്ന് മാറി ഇപ്പോൾ കമ്പ്യൂട്ടറിന് ചിന്തിക്കാൻ കഴിയും എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അപ്പൊ ഇനിയും മാറ്റങ്ങൾ ഇനിയും അവിടുന്ന് മാറിപ്പോവാ, ഇവിടുന്ന് മാറിപ്പോ. അതെ. ഇപ്പൊ നാരോ എ എന്ന് പറയും, വളരെ ലൈറ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരിത്. മനുഷ്യൻ ചിന്തിക്കുന്നത് അതേ പാറ്റേണിൽ ചിന്തിക്കുന്നത്, അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നത്, ഇങ്ങനെ പലതരത്തിൽ നിലവിൽ തന്നെ എ അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങളെല്ലാം. തീർച്ചയായും അതിന് കൊടുക്കുന്ന ഡാറ്റ എത്രത്തോളം പവർഫുൾ ആണ് അതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ അതിലൊരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വിഷയത്തിൽ നിങ്ങൾ ഒരേ ടൂളിനോട് നിങ്ങൾ ഇംഗ്ലീഷിൽ ചോദിക്കുക. ഇംഗ്ലീഷിൽ ചോദിച്ച് നിങ്ങൾ ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കിട്ടിയ ആ ഒരു പിന്നെ ക്ലാരിറ്റിയും ഡെപ്തും നിങ്ങൾ അതേ ചോദ്യം മലയാളത്തിലോ മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ ചോദിച്ചാൽ കിട്ടൂല. അത് ഈ മറ്റേ എ പോലുള്ള സംവിധാനം ലോകത്ത് അവരൊന്നും കൂടി അഡാപ്റ്റഡ് ആയിട്ടുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അങ്ങനെ അത് അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലോകത്ത് നോളജ് ഡാറ്റ, അതായത് സെർവറിൽ പിന്നെ വെബ് മേഖലയിലുള്ള അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് കിടക്കുന്ന ലോകത്തിലെ മൊത്തം ഡാറ്റയുടെ ഒരു 50% ഇംഗ്ലീഷിലാണ്. ബാക്കി 50% മറ്റ് ഭാഷകൾ മൊത്തം കൊണ്ടുപോയി മൊത്തമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ട്രെയിനിങ്ങിലെ വ്യത്യാസം വരും. അപ്പോൾ ഇംഗ്ലീഷിൽ കിട്ടുന്ന ആ ഡാറ്റയിൽ നിന്ന് കിട്ടുന്ന ഒരു ട്രെയിനിങ് ഒരു പക്ഷേ മലയാളത്തിൽ ചോദിക്കുമ്പോൾ കിട്ടാത്തതിൻ്റെ പ്രശ്നം അതാണ്. ഓക്കെ. നമ്മൾ ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഈ ചോദ്യങ്ങൾ കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു വിദ്യാഭ്യാസ ചാനലായതുകൊണ്ടാണ് നമ്മൾ നിലവിൽ പറയാറുള്ളത്, ഈ ഒരു എ ഒരു ട്രെൻഡായിട്ട് മാത്രം കുറച്ചു കാലം ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു സാധനമായിട്ട് അവിടെ അവസാനിക്കുമോ, അത് എ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് കൂടുതലൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു പോകാനുള്ള ഒരു സാഹചര്യം? ഇതൊരു പ്രോസസ്സാണ് സത്യത്തിൽ. അത് കഴിഞ്ഞ പിന്നെ കുറേ വർഷങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മുമ്പൊക്കെ ഒരു ടെക്നോളജിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് ചിലപ്പോൾ നൂറ്റാണ്ടുകളിൽ സമയമെടുത്തിട്ടായിരിക്കും. ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ അതൊരു പതിറ്റാണ്ട് വെച്ചിട്ട് തന്നെ ടെക്നോളജി ഇങ്ങനെ മാറി വന്നു. ഇപ്പോൾ അത് അതിനേക്കാൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു ട്രെൻഡി സംഗതി അല്ല സത്യത്തിൽ, അതൊരു തുടക്കം മാത്രമാണ്. അതായത് എ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ശൈശവദശയിലാണ്. ഇപ്പോൾ ഒരു 3.5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഏജിലാണ് ഇപ്പോൾ എ ഉള്ളത്. ആ കുട്ടി ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 4.5 വർഷം ആകുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി കൂടുന്നത് പോലെയാണ് ഇപ്പോൾ സത്യത്തിൽ. ഇപ്പോൾ നമ്മൾ അതിന് എന്തൊക്കെ ലിമിറ്റേഷൻ ഉണ്ടോ അതൊക്കെ ഒരു 3.5 വയസ്സുള്ള കുട്ടിക്ക് ഉള്ള പരിമിതികളാണുള്ളത്. അതൊരു പക്ഷേ എന്ത് ചെയ്യും,
AI മുന്നോട്ട് പോകുന്നതനുസരിച്ച് മറികടക്കുന്നല്ലാതെ ഇനി ട്രെൻഡ് മാറുന്നത് എന്നുള്ളതിനേക്കാളും ഈ മേഖലയിൽ ഇനിയുള്ള സാധ്യതകൾ എന്ത് ചെയ്യാണ്, വികസിച്ച് വരാനാണ് സാധ്യത. ഇപ്പോൾ കേരളത്തിലെ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ AI ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുമോ? അങ്ങനെ മാറാൻ സാധ്യത ഉണ്ടോ? അത് കേരളത്തിൽ നിന്നല്ല, ലോകാടിസ്ഥാനത്തിൽ തന്നെ അതിൻ്റെ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ റോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഒന്ന് പറയും. ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലാണ് ഉണ്ടായിരുന്നത്. നമുക്ക് പഠിപ്പിക്കുക എന്നുള്ളതും കുട്ടികളുടെ വൈകാരികമായിട്ടുള്ള അതേപോലത്തെ അവർ ഇമോഷണലി ആയിട്ടുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യാണ് നമ്മൾ നിയന്ത്രിച്ചു പറയാറുണ്ട്. പറയാറുണ്ടെങ്കിൽ അതൊക്കെ പ്രാക്ടിക്കലാണെന്നുള്ളത് വേണം. പഠിപ്പിക്കുക എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡോക്ടറെ കാണുമ്പോൾ മുഴുവൻ ആളുകൾക്കും ഒരേ പ്രിസ്ക്രിപ്ഷനും ഒരേ പിന്നെ എന്താണ് റിസൾട്ടും ഒരേ ടെസ്റ്റും ആണോ ചെയ്യുക? അല്ല, വ്യത്യസ്തമാണ് ആണല്ലോ. എന്താ കാരണം? ഓരോരുത്തരും വ്യത്യസ്തരാണ്. അതായത് ഫിസിക്കലി ഓരോരുത്തരും എന്തെല്ലാം സാധ്യതകൾ സമാനമായിട്ടുണ്ടോ, പക്ഷെ ഓരോരുത്തരും എന്താണ് വ്യത്യസ്തരാണ്. സത്യത്തിൽ അതിനേക്കാൾ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു മേഖലയാണ് ഓരോ കുട്ടിയുടെയും മൈൻഡ് പവറും ഇന്റലിജൻസ് കപ്പാസിറ്റിയും IQ ഒക്കെ, ശരിയല്ലേ? പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവരെ ഒരേപോലെ ട്രീറ്റ് ചെയ്യണം, കോമൺ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. കോമൺ ആയിട്ട് ഒരു 30-40 കുട്ടികളുണ്ടെങ്കിൽ 50 കുട്ടികളുണ്ടെങ്കിൽ ഇവരെ ഒരേ ടെസ്റ്റ് നടത്തുന്നു, പ്രായം മാത്രമാണ് ഇവരെ ഒരേ ടെസ്റ്റ് നടത്തുന്നു, ഒരേ എക്സാം നടത്തുന്നു, ഒരേ ക്ലാസ് എടുക്കുന്നു, ഒരേ കണ്ടന്റ് കൊടുക്കുന്നു, ഒരേ ലെസൺ പ്ലാനിൽ പഠിപ്പിക്കുന്നു, എന്നിട്ട് നമ്മൾ ഒരേ എക്സാം നടത്തിയിട്ട് ഇവരെ അസസ് ചെയ്യുന്നു. സത്യത്തിൽ ഇത് ഒരു നീതിപൂർവമായിട്ടാണ് കുട്ടികൾ അനലൈസ് ചെയ്യുന്നത് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെയാണ് AIക്ക് കുറച്ചുകൂടി സാധ്യതകൾ കിടക്കുന്നത്. നമ്മളൊക്കെ ഉള്ളിൽ ആഗ്രഹമാണ് നിങ്ങൾ പറഞ്ഞ കുട്ടികളെ വൈകാരികമായി സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ, പക്ഷേ നിലവിലുള്ള അവസ്ഥയിൽ അത് പോസിബിൾ അല്ല എന്നുള്ളതാണ്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഏറ്റവും സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ ടീച്ചേഴ്സാണ്, അല്ലേ? അതെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികളെ പിന്നാലെ ഓടണം. അതിനുശേഷം വീട്ടിലെത്തി കഴിഞ്ഞാൽ കുട്ടികൾ അന്നത്തെ കാര്യങ്ങൾ പിന്നെ നോക്കണം, നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ വേണം. അതിനുള്ള അടുക്കളത്തെ കാര്യം, വീട്ടിലത്തെ കാര്യം, ഭർത്താവിൻ്റെയും മക്കളുടെയും കുട്ടികളുടെയും കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ലേഡീസ് ആണല്ലോ ഇപ്പോൾ ടീച്ചേഴ്സ് കൂടുതൽ ഉണ്ടാകുക. ജെൻസ് ആണെങ്കിലും അവരുടെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ മൊത്തം അവരുടെ ലൈഫ് പാക്കഡാണ്. ഇതിൻ്റെ ഇടയിൽ ഇവർ ക്രിയേറ്റീവായി ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തെല്ലാം പിന്നീട് നമ്മളുടെ ട്രെയിനിങ് സെഷനിൽ ട്രെയിനിങ് കിട്ടിയ കാര്യങ്ങളാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ BEd ആണെങ്കിലും ഇപ്പോൾ DLEd ഒക്കെ ആണെങ്കിലൊക്കെ ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സൊക്കെയാണ് ഓരോ കാര്യങ്ങളും. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലിലേക്ക് എത്തുമ്പോൾ ഈ റിസ്ക് ഒന്നും എടുക്കാൻ ടൈമില്ല. അതെ, സത്യത്തിൽ ടൈമില്ലാത്തൊരു വിഷയം. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം നമ്മളിപ്പോൾ AI വന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ AI ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ വിദ്യാലയം ആയിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, ഏതൊക്കെ തരത്തിലുള്ള ഒരു മുന്നൊരുക്കങ്ങളാണ് ഒരു AI എന്ന് പറയുന്ന ഒരു കൾച്ചർ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അതിന് നമ്മൾ വിദ്യാലയങ്ങളും അധ്യാപകരും എന്ത് ചെയ്യണം, ഉൾക്കൊള്ളണം. അത് ഉൾക്കൊണ്ടിട്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എളുപ്പ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ നമ്മളിപ്പോൾ 2022 നവംബർ 30-നാണ് ChatGPT വരുന്നത്. അതാണ് ശരിക്ക് നമ്മളെ കയ്യിൽ കിട്ടുന്ന ആദ്യത്തെ ഒരു AI ടൂൾ എന്ന് പറയുന്നത്. നമ്മളൊരു പിന്നെ നവംബറിൽ വന്ന് ഒരു മാർച്ച് ഏപ്രിൽ ആയപ്പോഴും ആ വെക്കേഷൻ സമയത്ത് തന്നെ നമ്മൾ AI ഫോർ എഡ്യൂക്കേറ്റേഴ്സ്, AI ഫോർ ടീച്ചേഴ്സ് എന്നുള്ള ട്രെയിനിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യ ആ ഒരു മാസങ്ങളിൽ തന്നെ നമ്മൾ ഇതിൽ വെബിനാറുകളും മറ്റും കണ്ടക്ട് ചെയ്ത് തുടങ്ങി. ആ വെക്കേഷനിൽ തന്നെ നമ്മൾ ട്രെയിനിങ് സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഓർമ്മയിൽ പിന്നെ കോഴിക്കോട് അല്ലറമേന സ്കൂൾ, അതുപോലെ തന്നെ കണ്ണൂർ കൗസർ സ്കൂള്, കൊടിത്തൂർ വാതരമ്മ സ്കൂള്, തുടക്കത്തിൽ നമ്മൾ ഇത്രയും സ്ഥലങ്ങളിലൊക്കെ ട്രെയിൻ സെഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത്. പിറ്റത്തെ വർഷമാണ് സർക്കാർ എന്ത് ചെയ്യുന്നത്, ഇതിൽ ഹയർ സെക്കൻഡറി ലെവലിൽ ആദ്യമായിട്ട് ഒരു പിന്നെ കോച്ചിങ് കൊടുത്ത് AI ഫോർ ടീച്ചേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് 2024 പിന്നെ എന്താണ് വെക്കേഷൻ ടൈമിലാണ്, അത് ലാസ്റ്റ് സമയത്താണ് തുടങ്ങുന്നത്. അപ്പോൾ അതിനുശേഷമാണ് പിന്നെയും കുറേ കാര്യങ്ങൾ കേരളത്തിൽ ഇത്തരം ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഇതിനെങ്ങനെ ആശങ്കയായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടുന്ന് മാറിയിട്ടുണ്ട്. AI വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഒരു AI വകുപ്പ് തന്നെ കേരളത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ചേഞ്ചുകൾ വരും. അതേ സമയത്ത് ടീച്ചിങ് മേഖലയിലാണെങ്കിൽ പല ടീച്ചേഴ്സും ഇപ്പോഴും ഈ വിഷയത്തിൽ എന്താണ് ആശങ്കയിലോ അല്ലെങ്കിൽ അറിവില്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചത് കൊണ്ടോ ഇപ്പോഴും ഇതിലേക്ക് വന്നിട്ടില്ല. അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ട്രെയിനിങ് ഇവർക്ക് കിട്ടുന്നിടത്ത് അല്ലെങ്കിൽ കൊടുക്കുന്നിടത്തുള്ള ഒരു പ്രശ്നമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു ഭീകരമായിട്ടുള്ളൊരു സംഭവമായിട്ട് കാണുകയാണ്. 2 രീതിയിലുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സിന് ഇതിനെ 2 രീതിയിലാണ് കാണുക. ഇപ്പോൾ നമ്മളൊരു ട്രെയിനിങ് സെഷൻസ് അനൗൺസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാലോ, സ്കില്ല് അവർ കുറ്റം പറയാന്നുള്ളതല്ല, പൊതുവെ അവരുടെ പേഴ്സണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും
ചെയ്യാൻ മടിയുള്ള ഒരു അവർ എത്ര സാലറി ഉണ്ടെങ്കിലും അത് ഇതല്ല സിനാരിയോ അല്ല ബിസിനസ്സിലുള്ളത്. അവർക്ക് 100 രൂപ കിട്ടുന്നെങ്കിൽ 50 രൂപ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യും, അവർ സ്കില്ല് കൂട്ടി അത് 500 ആക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷേ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഓൾറെഡി അവർ ഇതാണ്, ഇനിയിപ്പോൾ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു മെന്റാലിറ്റി ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ടീച്ചേഴ്സ് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല പിന്നെ പലപ്പോഴും അവരുടെ സ്കില്ല് കൂട്ടുന്നത് പിന്നെ എന്താണ്, അവരുടെ തന്നെ എളുപ്പത്തിനാണ് സത്യത്തിൽ ഇത് ഉപകരിക്കുന്നത്. അവരിപ്പോൾ അനുഭവിക്കുന്ന സ്ട്രെസ് കുറക്കുകയാണ് ചെയ്യുന്നത്, അവരുടെ പ്രൊഫഷണൽ ക്വാളിറ്റി കൂട്ടുക ചെയ്യുന്നത്, അവരുടെ ബ്രാൻഡ് കുറച്ചും കൂടിയും ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും പൊതുവെ ആലോചിക്കാതെയാണ് പൊതുവെ ടീച്ചേഴ്സ് ഇപ്പോഴും ഇതിനോട് സമീപിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ സാറ് പറഞ്ഞതാണ്, അതായത് നമുക്ക് നിലവിൽ അവരുടെ ജോലിഭാരം കുറക്കാൻ കഴിയാവുന്ന ഒരുപാട് സംവിധാനങ്ങൾ AI ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ 3 മണിക്കൂർ കൊണ്ടും 4 മണിക്കൂർ കൊണ്ടും വേണ്ടിയിട്ട് അവരെടുക്കുന്ന തയ്യാറെടുപ്പ് 30 മിനിറ്റ് കൊണ്ട് അവർക്ക് തീർക്കാൻ കഴിയും. അതിന് പോലും ഒരു പക്ഷേ അവർക്കിത് മനസ്സിലാവാത്തത് കൊണ്ടോ അതല്ല എങ്ങനെ ഇത് ചെയ്യണം എന്നറിയാത്തത് കൊണ്ടോ ആയിരിക്കാം ഇപ്പോഴും ശ്രമിക്കാത്ത അധ്യാപകർ. അതായത് വെച്ചാൽ ഇപ്പോൾ ഇതിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ സർക്കാർ തലത്തിലാണെങ്കിൽ തന്നെ മിക്കവാറും ചില ട്രെയിനിങ് സെഷൻസ് ഒക്കെ നടക്കാറുണ്ടാവും. പക്ഷെ അതൊക്കെ എന്താ വെച്ചാൽ ഒരു PPT പ്രസൻറ്റേഷൻ, കാരണം ഈ ട്രെയിനിങ് എടുക്കുന്ന ആൾ തന്നെ ഇതിൽ അത്ര മാസ്റ്റർ ആയിക്കോളുന്നില്ല, അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ട്രെയിനിങ് കിട്ടിയതിൻ്റെ ഒരു മൊഡ്യൂൾ ഉണ്ടാവും. ആ മൊഡ്യൂൾ വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യണം, ആ പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും ഫോക്കസ്. ഇവർക്ക് എത്രത്തോളം അത് പ്രാക്ടിക്കലായി കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്നും, അപ്പോൾ വന്നിരിക്കുന്നവരും ആ ഒരു മൈൻഡിൽ തന്നെയാണ് ഇരിക്കുക. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ്സ് ഓൺ ആയിട്ട് തന്നെ ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മളൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഇതിൽ ട്രെയിനിങ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ശരിക്കും ടീച്ചേഴ്സിൽ നിന്ന് കിട്ടുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രയും സാധ്യതകൾ ഉണ്ടോയെന്ന്. ഇപ്പോൾ പൊതുവെ ടീച്ചേഴ്സ് 2 രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഭൂരിഭാഗം ടീച്ചേഴ്സ് പറയുന്നത് AI ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബേസിക്കായിട്ട് ChatGPT, ജെമിനിയൊക്കെ യൂസ് ചെയ്യുന്ന ടീച്ചേഴ്സ് വിചാരിക്കുന്നത് അത്യാവശ്യം ഞങ്ങൾക്കൊക്കെ അറിയാം, ഇനിയിപ്പോൾ എന്താ അതിൽ അറിയാൻ എന്ന് വിചാരിച്ചിട്ട് ഇത്തരത്തിലുള്ള ട്രെയിനിങ് സെഷനിലേക്ക് വരാതെ നിൽക്കുന്ന ആളുകളുണ്ട്. വേറെ വിഭാഗം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊണ്ടൊന്നും ആവില്ല, ഞങ്ങളിപ്പോൾ ഇനി പോയ പോലെ ഇതുവരെ എങ്ങനെയോ പോയത് അതേപോലെ തന്നെ പോവുക, അതൊന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് മാറിക്കുന്നവരുണ്ട്. ഇതിനിടയിലുള്ള ചെറിയ ടീം മാത്രമാണ് ഇപ്പോഴും എനിക്ക് മാറണം എന്നാഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരികയൊക്കെ ചെയ്തത്. അത് ചെറിയൊരു വിഭാഗം മാത്രമാണുള്ളത്. പൊതുവെ ഈ ഒരു 2 കാറ്റഗറിയിലെ ആളുകളാണ് നമുക്ക് ടീച്ചേഴ്സിന്റെ കൂട്ടത്തിൽ പൊതുവെ കാണാൻ കഴിയും. വളരെ അനിവാര്യമായ ഒരു സംഭവമാണ് അറിവ് ആർജിക്കുക. അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് അവരുടെ തൊഴിൽ എളുപ്പം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതേ നമുക്ക് ഈ ചോദ്യത്തിൽ പറഞ്ഞു വെക്കാൻ കഴിയും. അത്രേ ഉള്ളൂ. ഇതേപോലെ നമ്മളിപ്പോൾ ഈ ക്ലാസ് മുറിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുട്ടിയും അധ്യാപകനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മൾ പഴയ ബ്ലാക്ക് ബോർഡിൽ നിന്ന് തന്നെ പല ക്ലാസ് മുറികളും ഇപ്പോഴും മാറിയിട്ടില്ല. പല ക്ലാസ് മുറികളിലും പ്രൊജക്ടുകൾ എത്തിയിട്ടുണ്ടെന്നാൽ പോലും മുഴുവൻ എത്തിയിട്ടില്ല. അവിടെയാണ് നമ്മൾ AI കുറിച്ചിട്ട് ക്ലാസ് മുറിയിൽ AI കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഒരു ക്ലാസ് മുറിയിൽ അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാക്കാനും ലളിതമാക്കാനും AIക്ക് കഴിയും. തീർച്ചയായും. അതിൽ ഒരു കാര്യം എന്താ വെച്ചാൽ, പിന്നെ നിലവിൽ ഈ ICT അല്ലെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ എന്നൊക്കെ പറയുന്നത് പണ്ട് മുതലേ പറയുന്നതാണെങ്കിലും അതൊന്നും എന്തല്ല ഫലത്തിൽ നടക്കുന്നില്ല. അതായത് ഇവർ ക്ലാസ്സിൽ എങ്ങനെയാണോ പണ്ട് മുതലേ ക്ലാസ് എടുക്കുന്നത് അതേ രീതിയിൽ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. പ്രൊജക്ടർ ഉണ്ടാവും, TV ഉണ്ടാവും, അതൊന്നും കൃത്യമായിട്ട് ഒരു ക്ലാസ്സിലും കൃത്യമായിട്ട് അതൊന്നും 100% യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ടോ? സംശയം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും, എന്നാലും ഭൂരിപക്ഷം അതങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഉള്ളത്. അതിന് മെയിനായിട്ട് എന്താ കാരണം? അല്ല, അത് മാത്രമല്ല, ഈ പിന്നെ ഇവർ എന്ന് പറയുന്നത് അത്ര ടെക്നിക്കലി എംബോർഡ് അല്ല. കാരണം അവർ മറ്റൊരു മേഖലയിലാണ് വന്നത്. ഇവരെ കൊണ്ട് ഇത് വെച്ചിട്ടൊരു PPT ഉണ്ടാക്കുക അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യിക്കുക, കണ്ടന്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞത് ആക്ച്വലി ഇവരെ കൊണ്ട് പ്രായോഗികം അല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ അവരെ അടിച്ചേൽപ്പിച്ചാലും നടക്കില്ല. ഇപ്പോൾ ഒരു സ്കൂളിൽ എടുത്തു കഴിഞ്ഞാൽ 40-50 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ 4-5 പേര് അതൊക്കെ ചെയ്യുന്നത്. അതിൽ ചിലപ്പോൾ 1-2 ആളെ മേലിലായിരിക്കും എല്ലാ പണിയും വരിക, നമുക്കൊക്കെ അറിയാലോ. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറ്റാത്തൊരു പണിയൊന്നും അവരെ ഏൽപ്പിച്ചിരുന്നത് ഇതൊക്കെ വെച്ച് ചെയ്യാന്നുള്ളത്. പക്ഷേ അവിടുന്ന് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. ഇപ്പോഴും ആളുകൾ വിചാരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ടെക്നോളജി PPT, ഫോട്ടോഷോപ്പ്, ഇങ്ങനത്തെ എഡിറ്റിംഗ് സംവിധാനങ്ങൾ ടൂളുകളൊക്കെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങളെ കൊണ്ട് ആവില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട്. കാരണം അതൊന്നും അവർക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷം AI വന്നപ്പോൾ ഇവരെന്താ വിചാരിച്ചിരിക്കണേ, ഇനി ഇതിനേക്കാൾ വലിയ സാധനമാണല്ലോ വരാൻ കിട്ടുന്നത്, അപ്പോൾ ഞങ്ങൾക്കൊന്നും തീരെ പറ്റില്ല. സത്യം നേരെ തിരിച്ചാണ് സംഗതി. മനസ്സിലായോ? അതായത് ആ സമയത്ത് കഴിയാത്ത കാര്യങ്ങളാണ് ഇപ്പൊ കഴിയുന്നത്. ആ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ടെക്നിക്കൽ നോളജ് വേണം. ഇത് ആവശ്യമില്ല. ഇതിൽ 2 കാര്യം മതി. ഇദ്ദേഹത്തിന് പിന്നെ നല്ല ഡിവൈസ് ഉണ്ടോ, അതായത് നെറ്റ്വർക്കും നല്ല സ്മാർട്ടായിട്ടുള്ള ഡിവൈസ് ഉണ്ടോ ഒന്ന്. രണ്ടാമത്തത് അതിനുള്ള സമർപ്പണം, അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നുള്ള ഒരു മനോഭാവം, ഇന്റൻഷൻ, ആ ഒരു പ്രേരണ ഉള്ളിലുണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ
പുതിയ കാലത്ത് ഏത് ടൂൾ യൂസ് ചെയ്യാം സിമ്പിളായിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നേരത്തെയുള്ള മൈൻഡ് സെറ്റ് ടെക്നോളജിയായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു തലമുറ ഉണ്ടായിരുന്നു. അത് ശരിയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്, അത് പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ AI എത്തുമ്പോൾ ആ റിസ്ക് ഇല്ല സത്യത്തിൽ. നിങ്ങളിപ്പോൾ പിന്നെ ജസ്റ്റ് ഈ പറഞ്ഞ 2 സംഗതികൾ, അവർക്ക് പിന്നെ സമയവും മനസ്സുണ്ടാകുക, നല്ല ഡിവൈസ് ഉണ്ടാകുക, ഇത് രണ്ടും ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ ഒന്നാമത്തെ കാര്യം നല്ല ഡിവൈസ് ആണ്. ഡിവൈസ് ഇല്ലാത്ത ഒരധ്യാപകനും ഇല്ലല്ല, അതൊരു വലിയ വിഷയമാണ്. അത് ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഞാൻ ചില സ്കൂളുകളിലൊക്കെ ഇപ്പോൾ മാതൃകയായിട്ട് തന്നെ പറയല ചില കാര്യങ്ങൾ. ഇപ്പോൾ പെരുമ്പിലാവ് അൻസാർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ട്രെയിനിങ് സെഷൻ പോയപ്പോൾ 120 പിന്നെ കുട്ടികൾ ആ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മുഴുവൻ ആളെത്തും ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തട്ടിപ്പോകും. മുഴുവൻ കുട്ടികൾക്ക് നിർബന്ധമാണ്, സ്വന്തം ലാപ്ടോപ്പ് നിർബന്ധമാണ് ആ സ്ഥാപനത്തിൽ. ഞാൻ വേറെ സ്ഥാപനത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല അത്രയും ഇതായിട്ട്. അപ്പോൾ അതൊരു മാതൃകയാണ്. പുറത്തിറങ്ങുന്ന അധ്യാപകർ ഒന്നുകൂടി ടെക്നിക്കലി റിച്ച് ആവും. കാരണം അവരത് ഉപയോഗിക്കും. നമ്മൾ ഈ മൊബൈലിൽ എന്തൊക്കെ പറഞ്ഞാലും ഈ മൊബൈലിന്റെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഈ കാര്യം ചെയ്യാനൊന്നും എന്തായാലും മൊബൈലിൽ പലപ്പോഴും പോസിബിൾ ആവില്ല. നെറ്റ്വർക്ക് ഉണ്ടാവില്ല, അതിൽ സ്റ്റോറേജ് ഉണ്ടാവില്ല, വാട്സാപ്പ്, ഇങ്ങനെ കുറേ തിരക്കിൻ്റെ ഇടയിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഈ മൊബൈലിലാണ്ട് നടക്കണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നടക്കില്ല. എന്നാൽ വളരെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുന്ന ചില പിന്നെ ഡിവൈസിലൊക്കെ എല്ലാം നടക്കും, പോസിബിളാണ്. പക്ഷേ ടീച്ചേഴ്സിനെ സംബന്ധിച്ചോളം പലപ്പോഴും ഈ ഒരു ചെറിയ സാധനത്തിൽ ഇത് ചെയ്യാൻ ഒരു റിസ്ക് ഉണ്ടാവും. ഇതിലിപ്പോൾ ഒരു അധ്യാപിക ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുന്നേ ടീച്ചിങ് മാനുവൽ എഴുതിയിട്ടാണ് പോവുക. ഒരു ദിവസം 8 ടീച്ചിങ് മാനുവലെങ്കിലും മിനിമം TM എന്ന് പറയുന്ന സാധനം TM എഴുതണം. ആ TM നമ്മൾ എഴുതുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ സഹായിക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ ജസ്റ്റ് ChatGPT ചോദിച്ചാൽ പോലും വളരെ വിശദമായിട്ടും മികച്ചതുമായിട്ടുള്ള TM നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നമ്മൾ അതിന് വേണ്ടി ചെലവഴിക്കുന്നത് ഇപ്പോൾ ഒരു TMന് അരമണിക്കൂറാണെന്നുണ്ടെങ്കിൽ 8 എണ്ണത്തിന് സമയം എടുത്തി. ആ സമയം അരമണിക്കൂർ കൊണ്ട് 8 എണ്ണം നമുക്ക് എഴുതാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും. അതിന് നമുക്ക് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളൊരു ലക്ഷ്യം നമുക്ക് ശരിക്കും വെക്കേണ്ടതുണ്ട്. കാരണം അധ്യാപകർ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് പല കാരണങ്ങൾ കൊണ്ടും. ഇന്നത്തെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടികൾ ടെക്നിക്കലി ഭയങ്കര റിച്ചാണ്, പക്ഷെ നമുക്ക് ഇന്ന് അതിനനുസരിച്ചുള്ള പ്രോപ്പർ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ലഭ്യമല്ലാത്തതാണ് പ്രധാനമായൊരു പ്രശ്നം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്തെ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കണമല്ലോ. അത് ശരിക്കും ആരുടെ ഉത്തരവാദിത്തം? അധ്യാപകരെ ഇതിന് പ്രാപ്തരാക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തം? ശരിക്കും ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സർക്കാർ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ ട്രെയിൻ സെഷൻ്റെ ഒരു പാറ്റേൺ മൊത്തം പോകുന്നത് പ്രൈവറ്റ് സ്കൂളുകളിൽ CBSE സ്കൂളുകളിലൊക്കെ ആയിരിക്കും. കാരണം പിന്നെ സർക്കാർ സംവിധാനത്തിലെ ഇത്രയും ടീച്ചേഴ്സ് അവരത്തരത്തിലുള്ള സിസ്റ്റം അവരുടെ സർക്കാർ തന്നെ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഏറ്റവും നല്ല എക്യുപ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ടീച്ചേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് പറ്റുള്ളൂ. കാരണം പ്രൈവറ്റ് അല്ലെങ്കിൽ ഫ്രീലാൻസിനൊക്കെ ഇടപെടുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ അത് അതിൻ്റെ പ്രോപ്പർ ചാനലിലൂടെ തന്നെ നിർവഹിക്കപ്പെടുക തന്നെയാണ് ഇതിൽ സൊല്യൂഷൻ. ശരിക്കും ഇതൊരു കൂട്ടായ്മ, അതായത് വിദ്യാലയത്തിൽ മിനിമം ഒരു ചെറിയ സ്കൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മുതൽ മുകളിലോട്ടുള്ള അധ്യാപകരുള്ള സ്കൂളുകളാവും. ശരിക്ക് ഈ സർക്കാരിനെ കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊന്ന് പഠിക്കാൻ? അത് ഒരു ദിവസമോ 2 ദിവസത്തെ ഒരു പരിശീലനം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സർക്കാർ ഓക്കെ ആ ഉത്തരവാദിത്തം അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ ഇപ്പൊ ഇച്ഛിക്കണ്ടേ? ഇത് കഴിഞ്ഞ് ഒന്നും കൂടി അപ്ഡേറ്റ് ആയിട്ട് എല്ലാത്തിനും സർക്കാരിനെ കാത്തുന്നാല് നമ്മുടെ സ്കിൽ എവിടെയും എത്തിക്കോളുന്നില്ല. അങ്ങനെ പരിമിതിയുണ്ട്. ഇത്ര ആളുകൾക്ക് ട്രെയിനേഴ്സിനെ ഹയർ ചെയ്യണം. ആ ട്രെയിനേഴ്സിന് കാരണം ഇതിൻ്റെ ഒരു ഞാൻ ഇപ്പോൾ ട്രെയിനിങ് മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് പറയാണ്, ഇതിൽ വലിയൊരു ചാലഞ്ചിങ് എന്താ അറിയോ? പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിലും എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിലും ഉള്ള ഈ മേഖലയിൽ പ്രത്യേകിച്ചുള്ള ചാലഞ്ച് വെച്ചാൽ പ്രധാനമായിട്ടും ഇന്ന് നമ്മളൊരു വിഷയത്തിൽ ട്രെയിൻ സെഷൻ ചെയ്യാൻ പോയി വിചാരിക്കുക, ഈ സംഗതി കൊണ്ട് നാളെ രാവിലെ പോകാൻ പറ്റില്ല, അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അവിടെ നമ്മൾ പിന്നെ പോകുന്നത് ഈ പറയുന്ന ഇന്നത്തെ സാധനം കൊണ്ടാണെങ്കിൽ ഇന്ന് വേറെ സാധനം വന്നിട്ടുണ്ട്, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആസ് എ ട്രെയിനർ എന്ന നിലക്ക് നമ്മൾ പരാജയമാണ് ശരിക്കും. രണ്ടാമത്തത് അവിടെ ഓഡിയൻസ് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പോയി പറഞ്ഞാൽ അവിടെ നമ്മൾക്ക് പ്രത്യേകിച്ച് റോളില്ല. കാരണം അവർ എന്ത് ചെയ്യാണ്, ഇതിനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. നമുക്ക് അവരെ അറിയുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ നമുക്ക് അതിന്റെ മുകളിൽ നിൽക്കണം. അപ്പൊ നിരന്തരം അപ്ഡേറ്റ് ആവാതെ ഈ ഫീൽഡിൽ ഒരു ദിവസം പോലും നിൽക്കാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ ഒരു പാരന്റിങ് ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് അടുത്ത കൊല്ലം പോയിട്ട് ആ PPT പോയിട്ട് ക്ലാസ് എടുത്താൽ മതി. പക്ഷേ ഇത് കഴിയില്ല എന്നല്ല. കാരണം ഇന്ന് യൂസ് ചെയ്യുന്ന ടൂൾ തന്നെ നാളെ പറയാൻ പറ്റില്ല. കാരണം അതിന്റെ ഫീച്ചേഴ്സ് ഇന്ന് മാറിയിട്ടുണ്ടാവും. ഇന്നത്തേനേക്കാൾ നല്ല ടൂൾ നാളെ വന്നിട്ടുണ്ടാവും. ഇന്ന് ഉപയോഗിച്ച ടൂളുകൾക്ക് നാളെ ചിലപ്പോൾ കമ്പനി എന്തുണ്ടാവും, ആ ഫ്രീ ഇത് ഒഴിവാക്കിയിട്ടുണ്ടാവും. ഇതൊക്കെ ഒന്ന് ഓരോ ആപ്പിലും കിട്ടുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പത്തെ ഫീച്ചറല്ല എനിക്ക് ആ ടൂളിൽ കിട്ടുക, അത്രയും വ്യത്യസ്തമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പിന്നെ
ഇത് ചാലഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ പൊതുവെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിൽ ഏറ്റവും നല്ലത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഇത്തരത്തിലുള്ള സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക. അതിന് ആരും ട്രെയിനിങ് കാത്തിക്കാൻ തന്നെ ഇപ്പോൾ ഒരു ശനി ഞായറോ മാറ്റി വെച്ചാൽ തന്നെ ആ അക്കാഡമിക് ഇയറിലേക്കുള്ള കംപ്ലീറ്റ് ഒരു ട്രെയിനിങ് നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഈ അധ്യാപകരുടെ കാര്യം പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റാണ്. കാരണം അവർക്ക് AI കുറിച്ച് നല്ല ധാരണ ഉണ്ട്. അവർക്ക് എന്തൊക്കെ ഔട്ട്പുട്ടുകൾ എങ്ങനെയൊക്കെ ലഭ്യമാക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ട്. കാരണം അവർ നേരിട്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ലോകകപ്പ് ഒക്കെ നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ട്രോളുകളായിട്ടും മറ്റ് പല കാര്യങ്ങളൊക്കെ ആയിട്ടും ഒക്കെ ഈ AI ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ, അതായത് ഒരു ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, UP ലെവലിലുള്ള കുട്ടികൾ ഈ AI ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് AI, പക്ഷേ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു ഇല്ല. അത് ഒരു യാഥാർത്ഥ്യമാണത്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കൃത്യമായ ഓറിയന്റേഷൻ ഇതിൽ അവർക്കും കിട്ടുന്നില്ല. അവർ റീലിൽ കണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം. നമ്മളെ സിലബസ് കഴിഞ്ഞ വർഷം പുതുക്കി, പക്ഷേ എന്നിട്ട് പോലും വേണ്ട രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല, AI സിലബസിൽ വന്നിട്ടില്ല എന്നുള്ളത് വസ്തുത. അവിടെ പറയുന്നുണ്ട്, പക്ഷേ വന്നിട്ടില്ല. സ്റ്റുഡൻസിനും കൃത്യമായ ഒരു ഓറിയന്റേഷൻ വിഷയത്തിൽ വേണം. അവർ ChatGPTയിലോ അല്ലെങ്കിൽ റീലിൽ കാണുന്ന, യൂട്യൂബിൽ കുറച്ച് വീഡിയോ കാണുന്ന, ഇൻസ്റ്റയിൽ കാണുന്ന കുറച്ച് ഇത് ഇങ്ങനെ ഫോളോ ചെയ്ത് ചെയ്യുന്നതിലപ്പുറം ഇതൊരു സീരിയസ് ആയിട്ടൊന്നും കുട്ടികളും ഇതിനെ എടുത്തിട്ടില്ല. കുറച്ചൊരു അസൈൻമെന്റ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുക, ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് സ്റ്റുഡൻസിനും കൃത്യമായിട്ട് അവയർനെസ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, അറിയോ? ഇല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഓൾറെഡി ഉള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ AI ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റും. ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു പിന്നെ ക്ലാസ് റൂമിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താ, ക്ലാസ് റൂമിൽ നിന്ന് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, കുട്ടികൾ വീട്ടിൽ പോയിട്ട് ഹോംവർക്ക് ചെയ്യുന്നു, ഇതല്ലേ? ഇത് നേരെ ഓപ്പോസിറ്റാണ്. കുട്ടികൾ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അവർ സ്വയം അന്വേഷിച്ച് കണ്ടെത്തി കാര്യങ്ങൾ പഠിക്കുന്നു. അതിൻ്റെ അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കുട്ടിക്ക് അങ്ങനെ സ്വയം പഠിക്കാനുള്ള ടൂളുകൾ നമുക്ക് ലഭ്യമാക്കാൻ പറ്റും. അപ്പോൾ ആ പ്രോസസ്സ് പകരം കുട്ടി വർക്ക് ചെയ്യേണ്ട എവിടുന്നാ? സ്കൂളിൽ നിന്ന്. കുട്ടി ഹോംവർക്ക് ചെയ്യേണ്ട സ്കൂളിൽ നിന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ കുട്ടിക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അധ്യാപനം ആവശ്യമുണ്ടെങ്കിൽ സപ്പോർട്ട് ഉണ്ട്. കുട്ടി ഫോളോ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. കുട്ടിക്ക് വീട്ടിൽ നിന്ന് കിട്ടാത്ത ഉത്തരം സ്കൂളിൽ നിന്ന് കിട്ടും. കാരണം കുട്ടി ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവും വിഷയത്തിൽ. അധ്യാപകൻ പറയുന്ന ഒരാളെന്നുള്ളതിന് മാറി കുട്ടി ചോദിക്കുന്നതിന് ഉത്തരം പറയുന്ന ആളാണ്. അപ്പോൾ എന്ത് വെച്ചാൽ പിന്നെ കുട്ടി എത്രത്തോളം ഡെപ്തിൽ പോയി അതിനനുസരിച്ച് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സിൽ സ്വയം വളരാൻ പറ്റും. ഇതൊക്കെ പുതിയ ടീച്ചിങ് മെത്തഡോളജികളുണ്ട്. ഇതൊക്കെ ഏറ്റവും നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വെച്ച് കഴിയും. ഇപ്പോൾ മറ്റൊരു പുതിയൊരു ഇത് വന്നാണ് CTAI എന്ന് പറയും. അതായത് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ആൻഡ് AI എന്നാണ് അതിന് പറയാം. ഇപ്പോൾ പിന്നെ CBSE 2026 അക്കാഡമിക് ഇയറിൽ നൽകിയിട്ടുള്ള ഒരു കരിക്കുലം ഫ്രെയിംവർക്കാണ്. 100 മണിക്കൂർ 6 മുതൽ 8 വരെ 9 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കും 3 മുതൽ 5 വരെ ഉള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക്, 5 6 അറിയില്ല, ആ വരെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് 50 മണിക്കൂറും CT എനാബിൾഡ് ക്ലാസ് കൊടുക്കണം എന്നാണ്. നിലവിൽ അത് പിന്നെ എന്തായിട്ടില്ല, കൃത്യമായ ഗൈഡൻസോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കിട്ടാത്തതുകൊണ്ട് എവിടെയും നടപ്പിലായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോൾ WMO മുട്ടിൽ കോളേജിൽ ഇംഗ്ലീഷ് അക്കാഡമിയിൽ നമ്മൾ ഈ സെഷൻ ചെയ്തിരുന്നു, കമ്പ്യൂട്ടേഷൻ തിങ്കിങ്. അതിനുശേഷം പിന്നെ ഒരുപാട് സ്ഥലത്ത് അത് അപ്ലൈ ചെയ്ത് ഒക്കെ ചെയ്ത് വളരെ റിസൾട്ട് ഉണ്ടാകുന്ന ഒരു മെത്തേഡാണത്. അപ്പോൾ ആ മെത്തേഡ് ഏറ്റവും ഫലപ്രദമായി ചെയ്യാൻ നമുക്ക് ടീച്ചേഴ്സിന് എന്ത് ചെയ്യും, AI സഹായിക്കും. പക്ഷേ ഈ CT എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറും നെറ്റും ഡിവൈസും മാറ്റി വെച്ചിട്ട് കുട്ടികൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതായത് ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുട്ടി ഒരു വിഷയം പഠിക്കുമ്പോൾ ആ വിഷയത്തെ മൊത്തമായിട്ട് കാണാതെ അതിനെന്ത് ചെയ്യുന്നു, പാർട്ടായിട്ട് കാണും. ആദ്യം അതിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഡീകോമ്പോസിഷനാണ്. അതിൽ വിഷയത്തെ പാർട്ടായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിഷയത്തെ കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. രണ്ടാമത്തത് പാറ്റേൺ റെക്കഗ്നൈസേഷൻ എന്ന് പറയും. മൂന്നാമത്തത് അതിൻ്റെ കുറേ പ്രോസസ്സുകൾ ബാക്കി വരുന്നുണ്ട്. അൽഗോരിതമിക് തിങ്കിങ് ഉണ്ട്, അങ്ങനെ തുടങ്ങുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴേക്കും കുട്ടി ഈ വിഷയത്തെ ഡീപ്പായിട്ട് കുട്ടി സ്വയം പഠിക്കുക. അതിനെന്ത് ചെയ്യുക, കുട്ടികളെ ഒരു ഗ്രൂപ്പാക്കി തിരിക്കുന്നു. കുട്ടികൾ തന്നെ പഠിച്ച് അതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു, അതിൻ്റെ പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. ശരിക്ക് പിന്നെ അതാണ് നടക്കേണ്ടത്. പലപ്പോഴും നമ്മൾ പണ്ട് ക്ലാസ് തന്നെയാണ്, അതാണ് കുട്ടികളെ ക്ലാസ്സിൽ നമുക്ക് ഒരു സമയത്തിലധികം പിടിച്ചെത്താൻ കഴിയാത്ത. നമ്മൾ കാലത്തിനനുസരിച്ചുള്ള പുതിയ പിന്നെ മെത്തേഡുകൾ യൂസ് ചെയ്യുന്നിടത്ത് പരാജയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് AI യൂസ് ചെയ്യാൻ പിന്നെ കഴിയുന്നില്ല അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല, പുതിയ ടീച്ചിങ് മെത്തേഡുകളും നമുക്ക് അപ്ലൈ ചെയ്യുന്നതിൽ
കുട്ടിയുടെയും അതേപോലെ തന്നെ അധ്യാപകന്റെയും കാര്യം നമ്മൾ പറഞ്ഞു. ഇത് രക്ഷിതാവിന്റെ കാര്യത്തിൽ വരുമ്പോൾ രക്ഷിതാവ് ഇപ്പൊ ഇത് എന്താണ് ഇപ്പൊ നിലവിൽ ഇതിന്റെ ഒരു എവിടെ നിൽക്കണം ഞാൻ എന്നുള്ളതിനെ കുറിച്ചിട്ട് രക്ഷിതാവിന് ബോധ്യമില്ലാത്തൊരു സാഹചര്യം ഉണ്ട്. അതായത് കുട്ടികളിൽ നിന്ന് ഫോൺ വാങ്ങിയേക്കുന്ന സാഹചര്യം, അതേപോലെ തന്നെ അമിതമായി കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതിൽ വളരെ ആശങ്ക എല്ലാം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ AI പോലുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ലഭ്യമാവുന്ന ടൂളുകൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യത്തിൽ ഈ ടൂളുകളെ എങ്ങനെ ഉപയോഗിക്കണം, കുട്ടി എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് വിലയിരുത്താൻ, അതായത് ഇതിനെ വിലയിരുത്തലിലാണോ രക്ഷിതാവിന് ആശങ്ക ഉണ്ടാകുന്നത്, ആ വിലയിരുത്തൽ കൃത്യമാക്കാൻ നമുക്ക് രക്ഷിതാവിന് എന്ത് നിർദ്ദേശം കൊടുക്കാൻ കഴിയും?